ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ബാലലീലകൾ. തൊട്ടിലിൽ കിടന്ന് കൈകാലുകൾ ഇളക്കി പല്ലില്ലാ മോണ കാട്ടി ചിരിക്കുന്ന കുഞ്ഞ് പരിചരിക്കുന്നവരുടെ മനം കൂടി കവർന്നു. തന്നിലേക്ക് ആ സുഹൃത്തുക്കളെ ബന്ധിപ്പിക്കുകയായിരുന്നു ഭഗവാൻ. ചുറ്റിനും നിന്ന് തൊട്ടിലാട്ടി താരാട്ട് പാടിയവർ തങ്ങളുടെ ഐഹിക സുഖങ്ങളെല്ലാം മറന്ന് അവർക്ക് അജ്ഞാതമായ ഏതോ ശാന്തിയിൽ അമർന്നു. കുഞ്ഞു സത്യന്റെ ആകർഷണം ഗ്രാമത്തിലെങ്ങും ആനന്ദം വാരി വിതറി. ആനന്ദ സ്വരൂപനോടൊപ്പം ആനന്ദത്തിൽ നാളുകൾ കടന്നുപോയി. തൻ്റെ കുഞ്ഞിന് എന്തോ അസാധാരണത്വമുണ്ടെന്ന് ഈശ്വരാംബയ്ക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയവും. ഈശ്വര, കുഞ്ഞിന് ആരുടെയെങ്കിലും കണ്ണു തട്ടിയാലോ? അതായിരുന്നു ഭയം. ലോകം മുഴുവനും തൻ്റെ കുഞ്ഞിനെ ഒരു നോക്കു കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന വിവരം ആ പാവം അമ്മ എങ്ങനെ അറിയാൻ? അന്ന് ദ്വാപരയുഗത്തിലും ഇതുതന്നെയായിരുന്നു യശോദാദേവിയുടെയും അവസ്ഥ. അമ്മയുടെ പരിഭ്രമം നിഴലിച്ച മുഖം കാണുമ്പോൾ മടിയിലിരുന്ന് കുഞ്ഞു ചിരിക്കും. അന്ന് യശോദാനന്ദനം ചെയ്തതുപോലെ തന്നെ. അതോടെ ശക്തമായ മായയിൽ ഈശ്വരാമ്പ പെട്ടുപോവുകയായി. ഒരിക്കൽ ആരും വീട്ടിലില്ലാത്ത സമയം അമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കാനായി എടുത്തു. അപ്പോഴാണ് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. എത്രയോ കാലമായി അത് അവിടെ കിടക്കുന്നു. പക്ഷേ ഇന്നെന്തോ ചിത്രത്തിനൊരു പ്രത്യേകത. ഈശ്വരാമ്പ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണന്റെ ചിത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചു. തെലുങ്കു ദേശത്തെ പ്രശസ്തനായൊരു ചിത്രകാരൻ വരച്ച ചിത്രം. വെണ്ണക്കലം തട്ടിയിട്ട് അത് കൈക്കലാക്കാൻ വെമ്പുന്ന കാർവർണ്ണൻ കണ്ണൻ. വെണ്ണകൃഷ്ണന്റെ ചിത്രത്തിലേക്ക് നോക്കും തോറും ആ അമ്മയുടെ മനസ്സിൽ ആനന്ദം ഉറപൊട്ടി. ഈശ്വരാമ്പ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി. കുഞ്ഞ് വശ്യമായി പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഈശ്വരാമ്പയ്ക്ക് തോന്നി, കണ്ണനെ പോലെ തന്നെയല്ലേ തൻ്റെ കുഞ്ഞും? ആ മഹതി കുഞ്ഞിനെ ഉണ്ണികൃഷ്ണന്റെ ചിത്രത്തോട് ചേർത്ത് പിടിച്ച് പരിശോധിച്ചു. അതെ, ഒരുപോലെ തന്നെ. ചുരുണ്ട മുടിയും വശ്യമായ മിഴികളും തുടുത്ത കവിൾത്തടങ്ങളും മധുരാധരങ്ങളും നിറവും എല്ലാം ഒരുപോലെ തന്നെ. തൻ്റെ കുഞ്ഞിൻ്റെ പുരികങ്ങൾ തമ്മിൽ മുട്ടുന്നുണ്ടെന്ന് മാത്രം. തന്നെ തൻ്റെ ചിത്രത്തോടൊപ്പം ഒളിപ്പിച്ചു നോക്കുന്ന അമ്മയെ കടക്കണ്ണാൽ കുഞ്ഞു നോക്കി. ഈശ്വരാമ്പയുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ കോണുകളിൽ ആ നോട്ടം ചലനമുണ്ടാക്കി. തൻ്റെ പുന്നാര മുത്തിനെ മാറോട് ചേർത്ത് ആ ഭാഗ്യവതി ആനന്ദ നിമഗ്നയായി. ഇതെൻ്റെ കണ്ണൻ തന്നെ. ചിത്രത്തിലെ കണ്ണന് നിറയെ ആഭരണമുണ്ട്, എൻ്റെ കണ്ണനില്ല. ഈ അമ്മ പാവപ്പെട്ടവളല്ലേ? കണ്ണീരോടെ ഈശ്വരാമ്പ ഓർത്തുപോയി. ഈ ജന്മം ആഭരണം അണിയാനല്ല, അണിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പക്ഷേ അപ്പോൾ ഭഗവാൻ മന്ത്രിച്ചിട്ടുണ്ടാകാം. അതാണല്ലോ അവതാരകാലം മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത്. തൃക്കര ചലനത്താൽ എത്രയോ ആഭരണങ്ങൾ സൃഷ്ടിച്ച് അവിടുന്ന് ഭക്തർക്ക് സമ്മാനിച്ചു. ബാലാർക്കപ്രഭ. കുഞ്ഞിന് 9 മാസം പ്രായമായി. ഈശ്വരാമ്പ കുളി കഴിഞ്ഞു. പിന്നീട് കുഞ്ഞിനെ കുളിപ്പിച്ചു, പുത്തനുടുപ്പ് അണിയിച്ചു, കണ്ണെഴുതി, ശിവക്ഷേത്രത്തിലെ വിഭൂതി കുഞ്ഞു നെറ്റിയിൽ അണിയിച്ചു. അതിനുമേലെ സത്യഭാമാ ക്ഷേത്രത്തിലെ കുങ്കുമം ചാർത്തി. അതോടെ അമ്മയെ നോക്കി കുഞ്ഞൊന്ന് മന്ദഹസിച്ചു. ഈശ്വരാമ്പ നിർവൃതിയിലാണ്ടു. അല്പനിമിഷങ്ങൾക്കകം സമനില വീണ്ടെടുത്ത് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി. കുഞ്ഞു മിഴികൾ കൂമ്പാൻ തുടങ്ങി. മെല്ലെ തൊട്ടിലാട്ടി. അപ്പോഴേക്കും കുഞ്ഞ് നിദ്രയിലേക്ക് വഴുതി വീണിരുന്നു. അമ്മ അടുപ്പത്ത് വെച്ച പാലിന്റെ കാര്യം പൊടുന്നനെ ഓർത്തു. ഇപ്പോൾ തിളച്ചു കാണണം. അവർ തൊട്ടിൽ മെല്ലെ ആട്ടി വിട്ടിട്ട് അടുക്കളയിലേക്ക് തിടുക്കത്തിൽ നടന്നു. പാൽ വാങ്ങി വെച്ചതും കുഞ്ഞിന്റെ കരച്ചിൽ. ഈശ്വരാമ്പ അന്താളിച്ചു. ഈ 9 മാസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും കുഞ്ഞ് കരഞ്ഞിട്ടില്ല. ജനിച്ച സമയത്ത് 1 മണിക്കൂർ പോലും തികയാത്ത കുഞ്ഞിനെ താൻ പിച്ചി നോക്കിയപ്പോൾ പോലും പുഞ്ചിരി തൂകിയ വിചിത്ര ചരിത്രമാണ് തൻ്റെ കുഞ്ഞിനുള്ളത്. അവർ പരിഭ്രമത്തോടെ തൊട്ടിലിന് അരികിലേക്ക് ഓടിച്ചെന്നു. കുഞ്ഞ് കരയുകയാണ്. തിടുക്കത്തിൽ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അതോടെ കുഞ്ഞ് കരച്ചിൽ നിർത്തി അമ്മയെ ഉറ്റുനോക്കി. ഈശ്വരാമ്പ വ്യക്തമായും അത് കണ്ടു. കുഞ്ഞിൻ്റെ ശിരസിനു ചുറ്റും ഒരു പ്രകാശവലയം. തൻ്റെ തോന്നലെന്ന് ആദ്യം കരുതി. കണ്ണടച്ചും തിരുമ്മിയും നോക്കി. പ്രകാശവലയം കൂടുതൽ സ്പഷ്ടം, ദീപ്തം. മാത്രമല്ല, അതിൽ നോക്കുന്തോറും കുളിർമയും ആഹ്ലാദവും അനുഭവപ്പെടുന്നു. വളരെ വളരെ സാവധാനത്തിലാണ് ആ പ്രകാശം അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതായത്. അമ്മ എല്ലാം മറന്ന് ഇരുന്നു പോയി. ലക്ഷ്മമ്മ തട്ടി ഉണർത്തിയപ്പോഴാണ് കണ്ണു തുറന്നത് തന്നെ.
ആദ്യം ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല. താൻ ആരെന്നോ എവിടെയെന്നോ പിടികിട്ടാത്ത ഒരു നില. മെല്ലെ കാര്യങ്ങൾ തെളിഞ്ഞു. മടിയിൽ നോക്കി. കുഞ്ഞ് സുഷുപ്തിയിൽ. എന്തു പറ്റി? മുഖഭാവം കൊണ്ടും ആംഗ്യം കൊണ്ടും ഭർത്തൃമാതാവ് തിരക്കി. ഈശ്വരാമ്പ തൻ്റെ അനുഭവം ശബ്ദം താഴ്ത്തി വിവരിച്ചു. അത് കേട്ട് മിഴിനീരടക്കാൻ പണിപ്പെട്ട് തൻ്റെ മെല്ലിച്ച വിരലുകൾ ചുണ്ടിൽ ചേർത്ത് ആ വൃദ്ധ മെല്ലെ പറഞ്ഞു, മക്കളെ, ആരോടും ഇതൊന്നും പറയരുത്. ആർക്കും തന്നെ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവുകയില്ല. അവർ ഇത് കേട്ടാൽ അരുതാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും. അങ്ങനെ തൻ്റെ ദിവ്യാനുഭവങ്ങളിൽ ഒരെണ്ണം കൂടി ഈശ്വരാമ്പ ഹൃദയമണിച്ചപ്പിൽ സൂക്ഷിച്ചു. ലക്ഷ്മമ്മ ഈ വിവരം ഭർത്താവായ കൊണ്ടമ്മ രാജുവിനോട് പറഞ്ഞു. അത് കേട്ട് ആ ജ്ഞാനവൃദ്ധൻ കോൾമേർ കൊണ്ടു. ഭാഗ്യവതി, ഭഗവാൻ അവർക്ക് ഈശ്വരാനുഭൂതി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ കൊണ്ടമ്മയുടെ വാക്കുകളുടെ ആഴം കുടുംബത്തിൽ ആർക്കും അന്ന് അത്ര പിടികിട്ടിയില്ല. ആനന്ദം വാരി വിതറി സത്യൻ വളർന്നു. കുഞ്ഞിന്റെ ഓരോ ചലനവും എല്ലാവരെയും വല്ലാതെ ആകർഷിച്ചു. സത്യന്റെ സാമീപ്യം അവരിൽ അവാച്യമായ ആനന്ദമുണർത്തി. പക്ഷേ ഈശ്വരാമ്പ അസ്വസ്ഥയായിരുന്നു. കുട്ടികളുടേതായ ശാഠ്യമോ വഴക്കോ ഒന്നുമില്ല. തികഞ്ഞ ശാന്തത. കുഞ്ഞിന് ദീനം വല്ലതുമുണ്ടോ എന്ന് വരെ ആ പാവം ശങ്കിച്ചു. ഇത്ര ശാന്തത ഏതായാലും കുഞ്ഞുങ്ങൾക്ക് ഭൂഷണമായി അമ്മയ്ക്ക് തോന്നിയില്ല. 3 കുട്ടികളെ താൻ വളർത്തിയതാണ്. അവരുടെ കുറുമ്പും കുസൃതിയും കണ്ടതാണ്. കൊച്ചു സത്യന് പ്രത്യേക ഇഷ്ടാനിഷ്ടങ്ങളില്ല. ആരോടും വഴക്കിടില്ല. തർക്കുത്തരങ്ങളില്ല. ഒന്നിനു വേണ്ടി വാശിയില്ല. ബഹളം കൂട്ടിയുള്ള കളികളില്ല. സത്യന് വയസ്സ് 3 കഴിഞ്ഞു. ഇതിനകം ഗ്രാമവീഥികൾ അവൻ്റെ കിളിക്കൊഞ്ചലും പാട്ടും കേട്ട് ധന്യമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ നേർക്കുള്ള ഗ്രാമീണരുടെ ആകർഷണം കാണുമ്പോൾ ഈശ്വരാമ്മയുടെ ഉള്ളു പിടയ്ക്കും. ഈശ്വര, എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ, അവന് ദൃഷ്ടിദോഷം ഏൽക്കരുതേ. ഈശ്വരാമ്പ നാളികേരവും കർപ്പൂരവും നാണയവും എടുത്ത് കുഞ്ഞിനെ ആപാദചൂടം ഒഴിയും. അപ്പോൾ ആ മാതാവിൻ്റെ നെഞ്ചകം നിറയെ പ്രാർത്ഥനയാണ്. സത്യനാരായണ, ആരും എൻ്റെ കുഞ്ഞിനെ കണ്ണുവെക്കരുതേ, ദൃഷ്ടിദോഷം ഉണ്ടാകരുതേ. ഒരിക്കൽ അമ്മയുടെ ഇത്തരം പ്രാർത്ഥന കേട്ടപ്പോൾ കൊച്ചു സത്യൻ തിരക്കി, അമ്മേ, ആരുടെ ദൃഷ്ടികൾക്കാണ് എന്നെ കുഴപ്പത്തിലാക്കാൻ കഴിയുക? ആ പാവം അമ്മ എന്തു ഉത്തരം പറയാൻ? ആനന്ദക്കുട്ടനായി നടക്കുന്ന കൊച്ചു സത്യൻ ഇടയ്ക്ക് പെട്ടെന്ന് മൗനമാകും. നേത്രങ്ങൾ നിറഞ്ഞു തുളുമ്പും. കവിളുകൾ ചുവന്നു തുടുക്കും. ചുണ്ടുകൾ വിതുമ്പും. ആദ്യമൊന്നും ഈശ്വരാമ്പയ്ക്ക് കാരണം മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി. മറ്റാരുടെയെങ്കിലും ദുഃഖമാണ് കുഞ്ഞിനെ നൊമ്പരപ്പെടുത്തുന്നത്. ചിലപ്പോൾ തെരുവിലോ വീട്ടിലോ വന്ന ധർമ്മക്കാരനായിരിക്കും. ഏതെങ്കിലും രോഗാർത്ഥനായിരിക്കാം. കോഴി, താറാവ് തുടങ്ങിയവയെ കാലിലും കഴുത്തിലും പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നതും സത്യന് സഹിക്കാനാവില്ല. ചില കുസൃതി കുട്ടികൾ പശുവിൻ്റെ വാലിൽ തൂങ്ങിയാടും. അതിനെ അടിക്കും. പുറത്തു കയറിയിരിക്കും. ഇതൊന്നും സത്യന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അവരുടെ വേദനയും ദുഃഖവും കൊച്ചു സത്യൻ അനുഭവിക്കുന്നത് പോലെ തോന്നും നിഷ്കളങ്കമായ ആ കണ്ണും കവിളുകളും കാണുമ്പോൾ. തെരുവിലൂടെ പോകുന്ന അഗതികൾക്കും അശരണർക്കും അത്താണിയായിരുന്നു സത്യൻ. വീട്ടിലുള്ളതൊക്കെ അവൻ എടുത്തു കൊടുക്കും. ഈ ദീനാനുകമ്പ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. ഒരു നാൾ ഈശ്വരാമ്പ താക്കീത് ചെയ്തു, ഇങ്ങനെ വഴിപോക്കർക്ക് വീട്ടിലുള്ളതൊക്കെ എടുത്തു കൊടുത്താൽ നിന്റെ പങ്കായിരിക്കും കുറയുക. നീ വിശന്നു കിടക്കേണ്ടി വരും. പക്ഷേ ആ ഭീഷണി വിലപ്പോയില്ല. വിശന്നെത്തിയവർക്ക് സത്യൻ വീട്ടിലുള്ള ആഹാരം എടുത്തു കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോൾ കൊച്ചു സത്യൻ പറഞ്ഞു, എൻ്റെ പങ്ക് ഞാൻ എടുത്തു കൊടുത്തു, ഇനി എനിക്ക് വേണ്ട. പക്ഷേ അമ്മ അവനെ വീണ്ടും ആഹാരത്തിന് വിളിച്ചു. സത്യസ്വരൂപന്റെ തീരുമാനം അന്തിമമായിരുന്നു. ആർക്കും കുട്ടിയെ അവൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റാനായില്ല. അന്ന് അവൻ പട്ടിണി കിടന്നു. സസുഖം ഉറങ്ങുന്ന കൊച്ചു സത്യനെ ഈശ്വരാമ്പ ശ്രദ്ധിച്ചു. തെല്ലും ക്ഷീണമില്ല. കുഞ്ഞു വയർ ഒട്ടിക്കിടക്കുന്നുമില്ല. അത്താഴം കഴിക്കാതെ കിടക്കുകയാണെന്ന് തോന്നുകില്ല. പിറ്റേന്ന് സത്യൻ ഉണർന്നപ്പോൾ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. പട്ടിണി കിടന്നതിൻ്റെ ജാള്യം മാറ്റാനായി അങ്ങനെ പറഞ്ഞതാണെന്ന് സഹോദരിമാർ ആദ്യം കരുതി. സത്യൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, ഞാൻ സത്യമാ പറയുന്നത്. നോക്കൂ, കൈ മണത്തു നോക്കൂ. ഭക്ഷണത്തിൻ്റെ മണം ഇപ്പോഴുമുണ്ട്. അവരെല്ലാം മാറി മാറി ആ കുഞ്ഞിക്കൈകൾ മണത്തു. ശരിയാണ്, അതീവ ഹൃദ്യമായ ഗന്ധം. തങ്ങൾ ഇന്നേ വരെ കഴിക്കാത്ത സ്വാദിഷ്ടമായ ഏതോ ആഹാരത്തിൻ്റെ മനം മയക്കുന്ന ഗന്ധം. ആരായിരിക്കാം ഈ അദൃശ്യനായ അജ്ഞാതനായ ആതിഥേയൻ?
ഈശ്വരാംബയുടെ അതിശയം അതായിരുന്നു. എന്തായാലും ഇത് പലവട്ടം ആവർത്തിക്കപ്പെട്ടു. എങ്ങനെ തിരഞ്ഞെടുക്കും? ബുക്കപട്ടണത്തിൽ നിന്ന് പുതിയ ഉടുപ്പുകളും വാങ്ങി ഒരു നാൾ പിതാവ് എത്തി. ഈശ്വരാംബ അതെല്ലാം സത്യന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ. എനിക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാനാകും? സത്യന്റെ ചോദ്യം അമ്മയ്ക്ക് മനസ്സിലാക്കാനായില്ല. നല്ലതും ചീത്തയും ഇല്ലാത്ത സമദൃഷ്ടിയായ വിഭുവിന് എങ്ങനെ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാകും? ദ്വന്ദ്വചിന്തയില്ലാതെ എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനാകും? അപ്പോൾ ഈശ്വരാംബ മനസ്സിൽ പ്രാർത്ഥിക്കും, ഭഗവാനെ, എൻ്റെ സത്യനെ പുട്ടപർത്തിയിൽ ഒരു സാധാരണ ബാലനെ പോലെ ആക്കണേ. കുട്ടിയുടെ അസാധാരണത്വം അമ്മയെ മിക്കവാറും ഭയപ്പെടുത്തിയിരുന്നു. ഒരു രാമനവമി ഉത്സവകാലം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ അലങ്കരിച്ച് രഥത്തിൽ ഗ്രാമവാസികൾ എഴുന്നള്ളിച്ചു. ഗ്രാമീണർ തങ്ങളുടെ തെരുവിലൂടെ വരുന്ന രഥത്തെ സ്വീകരിച്ചു. ഈശ്വരാംബയും കുടുംബവും ഭഗവാനെ സ്വീകരിക്കാൻ ഒരുങ്ങി. പക്ഷെ സത്യനെ കാണാനില്ല. വീട്ടുകാർ അവിടെയെല്ലാം തിരഞ്ഞു. കുഞ്ഞിനെ കാണാനില്ല. എല്ലാവർക്കും പരിഭ്രമമായി. അപ്പോഴേക്കും ശ്രീരാമചന്ദ്ര രഥം വീടിനരികിലേക്ക് എത്താറായിരുന്നു. അസ്വസ്ഥമായ മനസ്സോടെ വീട്ടുകാർ രഥത്തെ സ്വീകരിക്കാൻ ചെന്നു. രഥത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ വലിയ ചിത്രത്തിന് സമീപം കൊച്ചു സത്യൻ വിശ്വം മയക്കുന്ന മന്ദഹാസവുമായി ഇരിക്കുന്നു. കുടുംബക്കാർക്ക് സന്തോഷവും സങ്കടവും തോന്നി. ഒരു സഹോദരി കുട്ടികളോട് അല്പം ഗൗരവത്തിൽ ചോദിച്ചു, എന്തിനാ സത്യനെ ഭഗവാനൊപ്പം ഇരുത്തിയത്? നിങ്ങൾക്കൊപ്പം സത്യനെ നടത്താത്തത് എന്തേ? സത്യനെ നടത്താനോ? സത്യൻ ഞങ്ങളുടെ ഗുരുവാ, കുട്ടികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ചെറുപ്രായത്തിലെ കൂട്ടുകാർ സത്യനെ ഗുരു എന്ന് വിളിച്ചു, ഗ്രാമീണർ ബ്രഹ്മജ്ഞാനി എന്നും. അവരുടെ എന്ത് പ്രശ്നത്തിനും കൊച്ചു സത്യന്റെ നാവിൽ നിന്ന് വരുന്ന ഉത്തരം ഉത്തമ പരിഹാരമായി തീർന്നു. അങ്ങനെ സത്യൻ അവരുടെ ഗുരുവായി. ഈശ്വരാംബ ഗുരുമാതാവും. ഓം തത് സത്ത്.